അമേരിക്കയിൽ മയക്കുമരുന്നിന്റെ കച്ചവടം ഒരു പുതിയ തലത്തിലേക്ക് വളരുന്ന സമയം. ചെറിയ തോതിൽ കഞ്ചാവ് കടത്തിക്കൊണ്ട് തുടങ്ങിയ ഒരു യുവാവ് അധികം വൈകാതെ കോടിക്കണക്കിന് ഡോളറിന്റെ മയക്കുമരുന്ന് സാമ്രാജ്യത്തിന്റെ രാജാവാകുന്നു. പണം മാറി കൂട്ടുന്നതിനൊപ്പം കൊളംബിയൻ ഡ്രഗ് ലോർഡായ പാബ്ലോ എസ്കബാർ വരെയും അവന് ബന്ധങ്ങളുണ്ടാവുന്നു. പക്ഷേ ഇത്രയും വലിയൊരു സാമ്രാജ്യം പണിതുയർത്തുമ്പോൾ സ്വന്തം ആളുകളിൽ നിന്നുള്ള വഞ്ചനയും പോലീസിന്റെ നിരീക്ഷണവും ഒടുവിൽ അവനെ കാത്തിരുന്ന തകർച്ചയും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. പണത്തിന്റെയും ലഹരിയുടെയും പിന്നാലെ പോയ ജീവിതത്തിൽ പ്രണയവും കുടുംബവും സൗഹൃദവും പോലും പതിയെ നഷ്ടപ്പെടുന്നു. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം, ഇതൊരു സാങ്കല്പിക കഥയല്ല. അമേരിക്കയിലെ യഥാർത്ഥ മയക്കുമരുന്ന് രാജാവിന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അധികം വൈകിപ്പിക്കാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് അമേരിക്കയിലെ ബോസ്റ്റണിലാണ്. അവിടെ വളരുന്ന ഒരു കുട്ടിക്ക് അവന്റെ അച്ഛനായ ഫ്രെഡിനെയാണ് ഏറ്റവും വലിയ മാതൃക. ചെറിയൊരു പ്ലംബിംഗ് ആൻഡ് ഹീറ്റിംഗ് ബിസിനസ് നടത്തിയിരുന്ന ഫ്രെഡ് പകലും രാത്രിയും കഠിനമായി ജോലി ചെയ്താണ് കുടുംബം നോക്കിയിരുന്നത്. പക്ഷേ എത്ര കഷ്ടപ്പെട്ടിട്ടും ആവശ്യത്തിന് പണം ഉണ്ടാക്കാൻ ഫ്രെഡിന് കഴിയുന്നില്ലെന്നാണ് ഭാര്യ എർമിൻ കരുതിയിരുന്നത്. സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി അവൾ നിരന്തരം വഴക്കിട്ടു. വർഷങ്ങളോളം ജോലി ചെയ്തിട്ടും ഫ്രെഡിന്റെ ബിസിനസ് ഒടുവിൽ തകർന്നു. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ഫ്രെഡ് മകനോട് പറയുന്നത്, ജീവിതത്തിൽ ചിലപ്പോൾ പണമുണ്ടാകും, ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല. ഒരിക്കലും പണത്തിന് പിന്നാലെ ഓടരുത്. പക്ഷേ ആ വാക്കുകൾ അവന്റെ മനസ്സിൽ മറ്റൊരു തീരുമാനമാണ് ഉണ്ടാക്കിയത്. ഇനി ഒരിക്കലും ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിലേക്ക് തിരിച്ചു പോകില്ല. 1968 എത്തുമ്പോൾ നമ്മൾ കണ്ട ആ കുട്ടി ഇപ്പോൾ വളർന്ന് ജോർജ് യങ് ആയി മാറിയിരിക്കുന്നു. കയ്യിൽ കുറച്ച് പണവുമായി ബാല്യകാല സുഹൃത്തായ ടൂണയ്ക്കൊപ്പം അവൻ കാലിഫോർണിയയിലെത്തുന്നു. അവിടെ എത്തിയതോടെ ജീവിതം തന്നെ മാറിയതുപോലെ തോന്നി. കടൽ തീരവും സ്വാതന്ത്ര്യവും, എവിടെ നോക്കിയാലും സുന്ദരികളായ പെണ്ണുങ്ങളും, പിന്നെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന കഞ്ചാവ് സംസ്കാരവും. സാധാരണ ജോലി ചെയ്യാതെ പണമുണ്ടാക്കണമെന്നായിരുന്നു ഇരുവരുടെയും ആഗ്രഹം. പക്ഷേ തുടക്കം തന്നെ പാളി. ടൂണ വിൽക്കാനായി കഞ്ചാവ് വാങ്ങിച്ചപ്പോൾ ആരോ വെറും സാധാ ഇല കൊടുത്തു പറ്റിച്ചു. അവരുടെ അയൽക്കാരിയും ജോർജുമായി അടുപ്പവുമുള്ള ബാർബറ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞതോടെ ജോർജും ടൂണയും പ്രദേശത്തെ വലിയ കഞ്ചാവ് സപ്ലയറായ ഡെറിക് ഫോറലിനെ പരിചയപ്പെടുന്നു. ഇവർ പോലീസുകാരല്ലെന്ന് ഡെറിക് ആദ്യം ഉറപ്പുവരുത്തി. We'd like to buy some pot. But first, are you cops? Does he look like a cop? ബാർബറയുമായുള്ള അടുപ്പം കൂടി കണക്കിലെടുത്ത് അവൻ അവർക്ക് വലിയ അളവിൽ കഞ്ചാവ് നൽകുന്നു. അവിടെ നിന്നാണ് ജോർജിന്റെ പുതിയ ജീവിതം തുടങ്ങുന്നത്. ആ ബീച്ചിലെ ഭൂരിഭാഗം ആൾക്കാരും പതിയെ ജോർജിന്റെ സ്ഥിരം കസ്റ്റമേഴ്സായി മാറി. ബോസ്റ്റൺ ജോർജ് എന്ന പേരും പതിയെ ഫേമസ് ആയി. അതിനിടയിലാണ് നാട്ടിൽ നിന്നുള്ള അവരുടെ സുഹൃത്ത് കെവിൻ ഡുള്ളി എത്തുന്നത്. കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് ബോസ്റ്റണിലെ കോളേജുകളിൽ കഞ്ചാവിന് വലിയ ഡിമാൻഡ് ഉണ്ടെങ്കിലും നല്ല സാധനം കിട്ടാനില്ലെന്ന് കെവിൻ അറിയിച്ചു. അങ്ങനെ കാലിഫോർണിയയിൽ നിന്ന് കഞ്ചാവ് വിമാനമാർഗം ബോസ്റ്റണിലേക്ക് എത്തിക്കാനുള്ള പ്ലാൻ തയ്യാറാകുന്നു. ബാർബറ ഫ്ലൈറ്റ് സ്റ്റുവാർഡ് ആയിരുന്നതിനാൽ അവളുടെ ബാഗുകളിൽ കഞ്ചാവ് ഒളിപ്പിച്ചുകൊണ്ട് പോകുന്നത് അക്കാലത്ത് എളുപ്പമായിരുന്നു. ഒരു ചെറിയ പരീക്ഷണമായി തുടങ്ങിയ ഈ കച്ചവടം ഡിമാൻഡ് കൂടിയതോടെ വലിയ തോതിൽ കഞ്ചാവ് കടത്തുന്ന ബിസിനസ്സായി മാറുന്നു. പക്ഷേ ബിസിനസ് വളരും തോറും മറ്റൊരു പ്രശ്നവും വരുന്നു. അവർ ഇപ്പോഴും മറ്റൊരാളിൽ നിന്ന് വാങ്ങിയാണ് കഞ്ചാവ് വിതരണം ചെയ്യുന്നത്. അതായത് ലാഭത്തിന്റെ വലിയൊരു ഭാഗം ഇടനിലക്കാരുടെ കയ്യിലാണ് പോകുന്നത്. അതോടെ ജോർജിന് അടുത്ത ലക്ഷ്യം വ്യക്തമായി. ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് കഞ്ചാവിന്റെ സോഴ്സിലെത്തണം. അതിനവർ പോകുന്നത് മെക്സിക്കോയിലേക്കാണ്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് ഒരു ചെറിയ പ്രശ്നം മനസ്സിലായത്. ആർക്കും സ്പാനിഷ് അറിയില്ല. കണ്ണിൽ കണ്ടവരോടൊക്കെ മുറിഞ്ഞ സ്പാനിഷിൽ സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു നടന്ന് അവർ ഒടുവിൽ സാന്റിയാഗോ എന്ന കഞ്ചാവ് കർഷകനിലെത്തുന്നു. അയാൾ തന്റെ കയ്യിലുള്ള ചാക്ക് കണക്കിന് കഞ്ചാവ് കാണിച്ചപ്പോൾ ജോർജ് അത് മൊത്തം വാങ്ങിക്കൊള്ളാമെന്ന് പറയുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഒരു വിമാനവും $50,000 വന്ന് മുഴുവൻ സാധനവും എടുത്തോളാമെന്ന് അവൻ ഉറപ്പു നൽകുന്നു. ഇനി വേണ്ടത് ഒരു വിമാനം മാത്രം. അതവർ ഒരു ചെറിയ എയർപോർട്ടിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് തീരുമാനിച്ചു. കെവിൻ അവന്റെ അച്ഛനോടൊപ്പം ചെറിയ വിമാനം പറത്തിയ പരിചയമുണ്ടായിരുന്നു. അതിനാൽ പൈലറ്റിന്റെ ചുമതല അവൻ ഏറ്റെടുക്കുന്നു. സാന്റിയാഗോ ഒരുക്കിയ താൽക്കാലിക റൺവേയിൽ എങ്ങനെയൊക്കെയോ അവർ ലാൻഡ് ചെയ്ത് ഇടപാട് പൂർത്തിയാക്കുന്നു. എല്ലാം സക്സസ് ആയതിന്റെ സന്തോഷത്തിൽ ജോർജ് സാന്റിയാഗോയ്ക്ക് പറഞ്ഞതിനേക്കാൾ കൂടുതൽ രൂപയും നൽകി. അങ്ങനെ മെക്സിക്കോയിൽ നിന്ന് കഞ്ചാവ് അമേരിക്കയിലേക്ക് ഒഴുകി തുടങ്ങിയതോടെ അവരുടെ കയ്യിൽ പണം കുന്നുകൂടിയിരുന്നു. വലിയൊരു വീട് വാങ്ങി പൂളും പാർട്ടികളുമൊക്കെയായി ഒരു ഫാമിലി പോലെ അവർ കഴിഞ്ഞു. അതിനിടയിലാണ് ജോർജ് ബാർബറയെ മാതാപിതാക്കളെ പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുന്നത്. അമ്മയുടെ ശ്രദ്ധ ആദ്യം പോയത് ബാർബറയുടെ വലിയ ഡയമണ്ട് മോതിരത്തിലായിരുന്നു. മകൻ സ്നേഹിക്കുന്ന ഒരാളെ കണ്ടെത്തിയതിൽ ഫ്രെഡ് സന്തോഷിച്ചെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്ന മകന് ഇത്ര വിലയുള്ള മോതിരം വാങ്ങാനുള്ള പണം എവിടെ നിന്നാണെന്ന സംശയം അയാൾക്കുണ്ടായിരുന്നു. സംസാരത്തിനിടെ പെട്ടെന്ന് ബാർബറയുടെ മൂക്കിൽ നിന്ന് രക്തം വരാൻ തുടങ്ങുന്നു. അവൾക്ക് സുഖമില്ലെന്ന് മനസ്സിലായതോടെ ഇരുവരും നേരത്തെ അവിടെ നിന്ന് ഇറങ്ങുന്നു. മാതാപിതാക്കളുടെ പെരുമാറ്റത്തിന് ജോർജ് ബാർബറയോട് ക്ഷമ ചോദിക്കുകയും തങ്ങൾ ഒരിക്കലും തന്റെ മാതാപിതാക്കളെ പോലെ ആകരുതെന്ന് അവളെ കൊണ്ട് വാക്കുകൊടുപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ നല്ല കാലം അധികം നീണ്ടു നിന്നില്ല. 1972 ഷിക്കാഗോയിൽ വെച്ച് 300 കിലോ കഞ്ചാവുമായി ജോർജ് പിടിയിലാകുന്നു. കോടതിയിലെത്തിയ ജോർജ് താൻ ചെയ്തത് വലിയ കുറ്റമൊന്നുമല്ലായിരുന്നു എന്നാണ് വാദിച്ചത്.
കുറച്ച് ചെടികളുമായി ഒരു സാങ്കല്പിക അതിർത്തി കടന്നതല്ലേ ഉള്ളൂ എന്നും അതങ്ങനെയാണ് ഇത്ര വലിയ കുറ്റമാകുന്നതെന്നും. പക്ഷേ ജഡ്ജി അവനെ ഓർമ്മിപ്പിച്ചു, അത് സാങ്കല്പികമായ ഒരു അതിർത്തിയല്ല, രാജ്യത്തിന്റെ അതിർത്തിയാണ്. കയ്യിലുണ്ടായിരുന്നതാട്ടെ നിയമവിരുദ്ധമായ കഞ്ചാവ് ചെടിയും. ബാർബറ അവനെ കാണാനെത്തുമ്പോൾ കേസ് ഒത്തുതീർപ്പാക്കി ശിക്ഷ 5 വർഷമായി കുറയ്ക്കാമെന്നും അതിൽ 2 വർഷം മാത്രം ജയിലിൽ കഴിയേണ്ടി വരുമെന്നും ജോർജ് അവളോട് പറയുന്നു. പക്ഷേ ബാർബറയ്ക്ക് ആ 2 വർഷം പോലും കാത്തിരിക്കാൻ കഴിയില്ലായിരുന്നു. തനിക്ക് മാരകമായ ക്യാൻസർ ആണെന്ന് അവൾ ജോർജിനോട് വെളിപ്പെടുത്തി. അവളുടെ അവസാന നാളുകളിൽ കൂടെ ഇരിക്കാനായി ജോർജ് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയതോടെ അവനൊരു ഫെഡറൽ ഫ്യൂജിറ്റീവായി മാറി. ബാർബറയെ നഷ്ടപ്പെട്ടതോടെ ജോർജിന്റെ ജീവിതം തന്നെയും മാറിമറിഞ്ഞു. പഴയ കൂട്ടുകാർ ഓരോരുത്തരായി പിരിയുകയും സുഹൃത്ത് ടൂണ മെക്സിക്കോയിൽ തന്നെ തുടരുകയും ചെയ്തു. ഏകദേശം 1 വർഷത്തിന് ശേഷം മാതാപിതാക്കളെ കാണണമെന്ന് തോന്നിയതോടെ ജോർജ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അമ്മയിൽ നിന്നും വലിയൊരു സ്വീകരണം ലഭിച്ചില്ല. മകൻ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ അവൾക്ക് വലിയ നിരാശയായിരുന്നു. എന്നാൽ അച്ഛൻ ഫ്രെഡ് മറ്റൊന്നും ചോദിക്കാതെ മകനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. തന്നോട് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ദേഷ്യമില്ലെന്ന് അച്ഛൻ പറയുന്നു. പക്ഷേ മകൻ തിരഞ്ഞെടുത്ത ഈ ജീവിതം എന്തിനാണെന്ന് ഇപ്പോഴും തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും. അവരുടെ ആ കൂടിക്കാഴ്ച അധികം നീണ്ടില്ല. പുറത്ത് പോലീസ് എത്തിയിരിക്കുന്നു. അവരെ വിളിച്ചത് അമ്മ തന്നെയായിരുന്നു. മകൻ മയക്കുമരുന്ന് കച്ചവടക്കാരനാണെന്ന് എല്ലാവരും അറിയുന്നതിനാൽ ആളുകളുടെ മുന്നിൽ തനിക്ക് നേരിടേണ്ടി വരുന്ന നാണക്കേടിൽ അമ്മ മടുത്തിരുന്നു. മകൻ ജയിലിൽ പോയി തന്നെ നന്നാകട്ടെ എന്നായിരുന്നു അവളുടെ തീരുമാനം. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞിരുന്ന ജോർജ് പിടിയിലായതോടെ 26 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെടുന്നു. ജയിലിലെത്തിയ ജോർജിന്റെ സെൽമേറ്റ് ഡിയേഗോ ഡെൽഗാഡോയായിരുന്നു. കാർ മോഷണ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഡിയേഗോ പരിചയപ്പെടാൻ വന്നപ്പോൾ താൻ കൊലക്കുറ്റത്തിനാണ് അകത്തായതെന്ന് പറഞ്ഞ് ജോർജ് അവനെ ഒന്ന് പേടിപ്പിക്കുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞതോടെ ഇരുവരും അടുത്തു. ഒരു ദിവസം ഡിയേഗോയോട് സംസാരിക്കുന്നതിനിടെ ഇനി 9 മാസം കഴിഞ്ഞാൽ താൻ ജയിലിന് പുറത്തായിരിക്കുമെന്നും കൊളംബിയയിലെ മെദെയിനിൽ ഷാമ്പയിൻ കുടിച്ചുകൊണ്ടിരിക്കുമെന്നും അവൻ പറയുന്നു. പക്ഷേ ജോർജിന് മുന്നിൽ ഇനിയും 26 മാസം ബാക്കിയുണ്ട്. അത്രയും കാലം ജയിലിൽ കിടക്കാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്നാണ് അവൻ പറയുന്നത്. നേരത്തെ പുറത്തിറങ്ങാൻ 2 വഴികളേ ഉള്ളൂ. ഒന്ന്, ജയിൽ ചാടുക. അത് നടക്കാൻ പോകുന്നില്ല. രണ്ടാമത്തേത്, ജയിൽ വാർഡന്റെ നല്ല പുസ്തകത്തിൽ കയറുക. അങ്ങനെ ജോർജ് ജയിലിലെ തടവുകാരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതുവഴി നല്ല പെരുമാറ്റത്തിന്റെ പേരിൽ ശിക്ഷ കുറയ്ക്കാമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അവിടെയുള്ള കടുത്ത കുറ്റവാളികൾക്ക് പഠിക്കുന്നതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പുറത്തിറങ്ങിയാലും ക്രിമിനൽ റെക്കോർഡ് കാരണം സാധാരണ ജോലി കിട്ടില്ലെന്നറിയാവുന്ന അവർക്ക് ജോർജ് മറ്റൊരു ഇടയിൽ മുന്നോട്ട് വെക്കുന്നു. പകുതി സമയം ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാം, ബാക്കി പകുതി സമയം മയക്കുമരുന്ന് എങ്ങനെ കടത്താമെന്നും. 300 കിലോ കഞ്ചാവുമായി പിടിയിലായതാണെന്ന് ജോർജ് പറഞ്ഞതോടെ ഡിയേഗോയുടെ ശ്രദ്ധ അവനിലേക്ക് തിരിയുന്നു. അന്ന് രാത്രി ഡിയേഗോ കൊളംബിയൻസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ജോർജിന് പരിചയപ്പെടുത്തുന്നു: മഹീക്കോ അഥവാ മജീഷ്യൻ. ഒന്നുമില്ലാത്തടത്ത് നിന്ന് വലിയ തോതിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വലിയ സ്വപ്നങ്ങളുള്ള ആളുകളെയാണ് കൊളംബിയൻസ് അങ്ങനെ വിളിക്കുന്നത്. ജോർജും അങ്ങനെ ഒരാളാണെങ്കിലും അവൻ തിരഞ്ഞെടുത്ത സ്വപ്നം തെറ്റാണെന്നാണ് ഡിയേഗോ പറയുന്നത്. കാരണം കഞ്ചാവിനേക്കാൾ വലിയ പണം ഇരിക്കുന്നത് കൊക്കൈനിലാണ്. കൊളംബിയയിലെ കൊക്കൈൻ വ്യാപാരവുമായി തനിക്കുള്ള ബന്ധങ്ങളും ഡിയേഗോ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ജയിലിനുള്ളിൽ തന്നെ പുറത്തിറങ്ങിയാൽ എങ്ങനെ കൊക്കൈൻ കടത്താമെന്നുള്ള പദ്ധതി അവർ തയ്യാറാക്കി തുടങ്ങുന്നു. ജോർജിന്റെ വാക്കുകളിൽ ജയിൽ ഒരു ക്രൈം സ്കൂളായിരുന്നു. കഞ്ചാവ് കച്ചവടത്തിൽ ഒരു ബിരുദവുമായി അകത്ത് കയറിയ ജോർജ് കൊക്കൈൻ കച്ചവടത്തിൽ ഡോക്ടറേറ്റുമായാണ് പുറത്തു വന്നത്. 1976-ൽ ശിക്ഷ ഇളവ് ലഭിച്ച് വെറും 16 മാസം കഴിഞ്ഞപ്പോൾ ജോർജ് പുറത്തിറങ്ങുന്നു. പരോൾ വ്യവസ്ഥ ലംഘിച്ച് ഉടൻ തന്നെ ഡിയേഗോയെ കാണാൻ കൊളംബിയയിലേക്ക് പോയി. അവിടെ കാട്ടൽ ഇടനിലക്കാരനായ സീസർ റോസയെയും പരിചയപ്പെടുന്നു. ആദ്യം ഒരു പരീക്ഷണമായി 15 കിലോ കൊക്കൈൻ അമേരിക്കയിൽ എത്തിക്കാനായിരുന്നു സീസറിന്റെ ആവശ്യം. സ്യൂട്ട് കേസിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച് അതിർത്തി കടത്താമെന്ന് ജോർജ് പറഞ്ഞപ്പോൾ അത് ഏത് സ്യൂട്ട് കേസാണെന്നും അതിൽ നിറയ്ക്കാൻ പോകുന്ന വസ്ത്രങ്ങൾ ആരുടേതാണെന്നും ഒക്കെയുള്ള സീസറിന്റെ ചോദ്യങ്ങൾ ജോർജിന് ഇഷ്ടമായില്ല. 100 കണക്കിന് കിലോ കഞ്ചാവ് കടത്തിയ അവന് 15 കിലോ കൊക്കൈൻ വലിയ കാര്യമല്ലെന്നായിരുന്നു ജോർജിന്റെ നിലപാട്. ഒടുവിൽ ഡിയേഗോ ഇടപെട്ട് രംഗം ശാന്തമാക്കുന്നു. ആ പരീക്ഷണക്കടത്ത് വിജയിച്ചതോടെ കച്ചവടം വൻതോതിലേക്ക് വളരുന്നു. 1977 ആയതോടെ കൊമേഴ്ഷ്യൽ വിമാനങ്ങൾ മതിയാകാതെ വന്നപ്പോൾ സ്വന്തം വിമാനത്തിൽ സാധനം എത്തിക്കാൻ ഒരു പൈലറ്റിനെയും അവർ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇടപാട് ചർച്ച ചെയ്യുമ്പോൾ ജോർജിനെ വെറും ഇടനിലക്കാരനായി കണ്ട സീസർ അവനും ഡിയോഗയ്ക്കും കൂടി വെറും $1 മില്യൺ നൽകാമെന്ന് പറയുന്നു. ഡിയോഗോയ്ക്ക് ഇതിൽ സന്തോഷമായിരുന്നെങ്കിലും ജോർജിന് അത് വലിയ തുകയായി തോന്നിയില്ല. 300 കിലോ കൊക്കൈൻ കടത്തുമ്പോൾ ആ പണം വെറും ചില്ലറയായിരുന്നു. അതിനിടയിൽ ഡിയോഗോ ജോർജിനോട് ഒരു സഹായം ചോദിക്കുന്നു. പക്ഷെ അത് അത്ര ചെറുതായിരുന്നില്ല. അവനു വേണ്ടി മയാമിയിൽ നിന്ന് 50 കിലോ കൊക്കൈൻ ഒന്ന് കൈപ്പറ്റണം. മയാമിയിൽ 50 കിലോ കൊക്കൈൻ എടുക്കാനെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. 3 ആഴ്ചയായി ഈ 50 കിലോ സാധനം ഡിയേഗോയ്ക്കായി കാത്തുവച്ചിരുന്ന കൊളംബിയൻ സംഘം അത് എടുക്കാൻ പോലും വരാത്തതിൽ അവനോട് ദേഷ്യത്തിലായിരുന്നു. ഒടുവിൽ ഒരാൾ തോക്ക് ജോർജിന്റെ വായിൽ വെച്ച് ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. സാധനം എത്രയും പെട്ടെന്ന് വിറ്റ് പണം തിരികെ കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്നും അവർ വ്യക്തമാക്കി. ഇത് കഴിഞ്ഞ് കൊളംബിയയിൽ നിന്ന് ഡിയേഗോ ജോർജിനെ വിളിക്കുന്നു. അവിടെ വെച്ച് അവൻ വാഹന മോഷണ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഇനി ആ 50 കിലോ വിറ്റ് കൊളംബിയക്കാർക്ക് പണം തിരികെ നൽകേണ്ട ഉത്തരവാദിത്വം മുഴുവൻ ജോർജിന്റെ തലയിലായി. അവൻ കാലിഫോർണിയയിലെ പഴയ സുഹൃത്തായ ഡെറക്കിനെ പോയി വീണ്ടും കാണുന്നു. സാധനത്തിന്റെ ഗുണനിലവാരം ചെക്ക് ചെയ്തപ്പോൾ സാധാരണ കൊക്കൈൻ 140 ഡിഗ്രി കഴിയുമ്പോൾ ഉരുകി പോകുന്നതാണ്.
എന്നാൽ ജോർജ് കൊണ്ടുവന്ന സാധനം 187 ഡിഗ്രി വരെ ചൂടാക്കിയിട്ടാണ് ഉരുകാൻ തുടങ്ങിയത്. അതായത് ഏകദേശം 100% പ്യുവറായ കൊക്കെയിൻ. പക്ഷേ ഡെറിക്കിന്റെ സംശയം ഈ 50 കിലോ കൊക്കെയിൻ അവർ എന്ത് ചെയ്യാനാണ് എന്നാണ്. ഇത്രയും സാധനം വിറ്റ് തീർക്കാൻ കുറഞ്ഞത് ഒരു വർഷമെങ്കിലും വേണ്ടിവരുമെന്നായിരുന്നു ഡെറിക്കിന്റെ കണക്ക്. പക്ഷേ അവർക്കറിയാത്തൊരു കാര്യം, ഇത്രയും പ്യുവറായ കൊക്കെയിൻ കിട്ടാൻ പണക്കാരുടെ മക്കളും സിനിമാ താരങ്ങളും സംഗീത ലോകത്തെ പ്രമുഖരുമൊക്കെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ജോർജും ഡെറിക്കും ചേർന്ന് ആ 50 കിലോയും വെറും 36 മണിക്കൂറിനുള്ളിൽ വിറ്റ് തീർത്തു. പണം കൊളംബിയക്കാർക്ക് തിരികെ നൽകാൻ മയാമി വിമാനത്താവളത്തിലേക്ക് വലിയ സന്തോഷത്തോടെ എത്തിയ ജോർജിനെ അവന്മാര് നേരെ കൊളംബിയയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് ജോർജ് ആദ്യമായി പാബ്ലോ എസ്കബാറിനെ കാണാൻ പോകുന്നത്. ഡിയേഗോയും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജോർജിനെ കണ്ട ഉടൻ തന്നെ കാലിഫോർണിയയിൽ ഇത്രയും വലിയ അളവിലുള്ള സാധനം ഒറ്റയടിക്ക് വിറ്റു തീർക്കാൻ സഹായിച്ച ആ രഹസ്യബന്ധം ആരാണെന്ന് ഡിയേഗോയ്ക്ക് അറിയണം. അപ്പോഴാണ് പാബ്ലോ എത്തുന്നത്. പുറമേ ശാന്തനായ ഒരാളായി തോന്നിയെങ്കിലും അങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ചതിച്ച ഒരു ചാലനെ നിസ്സാരമായി കൊന്നുകൊണ്ടാണ് നടന്നു വന്നത്. പാബ്ലോ ജോർജിനെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിളിക്കുന്നു. 50 കിലോ സാധനം ഇത്ര വേഗത്തിൽ അമേരിക്കയിൽ വിറ്റു തീർത്തതിൽ അയാൾക്ക് വലിയ മതിപ്പായിരുന്നു. അമേരിക്കയിൽ തനിക്ക് ആവശ്യമായത് വിശ്വസിക്കാൻ കഴിയുന്ന വാക്കിന് വിലയുള്ള ഒരാളെയാണെന്ന് പാബ്ലോ പറഞ്ഞു. പക്ഷേ ജോർജ് അത് തിരുത്തി. പാബ്ലോയ്ക്ക് സത്യത്തിൽ വേണ്ടത് എന്ത് കാര്യവും ചെയ്യാൻ ധൈര്യമുള്ള ഒരു അമേരിക്കക്കാരനെയാണ്. കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലേക്ക് വിമാനമാർഗം വലിയ അളവിൽ കൊക്കൈൻ എത്തിക്കാൻ തനിക്ക് സ്വന്തമായ ഒരു മാർഗമുണ്ടെന്നും ജോർജ് വിശദീകരിക്കുന്നു. പാബ്ലോയ്ക്ക് പദ്ധതി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡിയേഗോയെ ഈ ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. കാര്യങ്ങൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഒരാളെ വിശ്വസിക്കാൻ കഴിയില്ലെന്നായിരുന്നു പാബ്ലോയുടെ നിലപാട്. പക്ഷേ ജോർജ് വഴങ്ങിയില്ല. ഡിയേഗോ തന്റെ പാർട്ണറാണെന്നും അവനില്ലാതെ താൻ ഒരു ബിസിനസ്സും ചെയ്യില്ലെന്നും വ്യക്തമാക്കി. ഒടുവിൽ ജോർജിൽ വിശ്വാസം വെച്ച് പാബ്ലോ ഡിയേഗോയ്ക്കും ഒരു അവസരം നൽകുന്നു. അങ്ങനെ അമേരിക്കയിൽ ഡെറിക്കിനെ രഹസ്യ വിതരണക്കാരനാക്കി കൊളംബിയയിൽ നിന്ന് വൻതോതിൽ കൊക്കൈൻ എത്തിക്കുന്ന പ്രധാന കണ്ണികളായി ജോർജും ഡിയേഗോയും മാറുന്നു. സാധനം അമേരിക്കൻ വിപണിയിലേക്ക് ഒഴുകിയെത്തി. പണവും അതിനൊപ്പം കുന്നുകൂടി. 1970കളുടെ അവസാനം മുതൽ 80കളുടെ തുടക്കം വരെ അമേരിക്കയിൽ ആരെങ്കിലും കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും തങ്ങളുടെ കൈകളിലൂടെ കടന്നുപോയ സാധനമാണെന്നാണ് ജോർജ് പറയുന്നത്. കോടിക്കണക്കിന് ഡോളർ കയ്യിലെത്തിയതോടെ വീട് മുഴുവൻ പണം നിറച്ച പെട്ടികളായി മാറി. പക്ഷേ ഇത്രയും പണം അമേരിക്കയിൽ സൂക്ഷിക്കാനാവില്ല. കൊളംബിയക്കാരുടെ നിർദ്ദേശപ്രകാരം അവർ പണം പനാമ സിറ്റിയിലെ ഒരു ബാങ്കിൽ നിക്ഷേപിച്ച് ബ്ലാക്ക് മണിയെ വൈറ്റ് ആക്കുന്ന സംവിധാനത്തിലേക്ക് കടക്കുന്നു. പാബ്ലോ പോലും അതേ ബാങ്കിലാണ് പണം സൂക്ഷിക്കുന്നതിനാൽ അവിടെ തങ്ങളുടെ പണവും സേഫ് ആയിരിക്കുമെന്നായിരുന്നു ജോർജിന്റെ വിശ്വാസം. അങ്ങനെ പണവും അധികാരവും കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിയേഗോയുടെ വിവാഹ ചടങ്ങിൽ വെച്ച് ജോർജ് മിർത്തയെ ആദ്യമായി കാണുന്നത്. അവൾ സീസർ റോസയുടെ പ്രതിശ്രുത വധുവായിരുന്നു. ജോർജിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കൊളംബിയയിൽ എല്ലാവരും സംസാരിക്കുന്ന ബോസ്റ്റൺ ജോർജ് എന്ന അമേരിക്കക്കാരനെ കുറിച്ച് അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അവിടെ എല്ലാവരും ജോർജിനെ ചുറ്റിപ്പറ്റി അവന്റെ വിജയകരമായ കടത്തലുകളെക്കുറിച്ചും ഇത്രയും വലിയ അളവിൽ സാധനം അമേരിക്കയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അവന്റെ രഹസ്യ ബന്ധത്തെക്കുറിച്ചും ചോദിക്കുന്നു. പക്ഷേ ഡെറിക്കിന്റെ പേര് ജോർജ് ആരോടും വെളിപ്പെടുത്തുന്നില്ല. ആ ചർച്ചയ്ക്കിടയിലും മിർത്തയുടെ കണ്ണുകൾ ജോർജിൽ തന്നെയായിരുന്നു. ഒടുവിൽ അവൾ ജോർജിനോട് ഒറ്റയ്ക്ക് കാണാൻ സൂചന നൽകുന്നു. അവിടെ നിന്നാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത്. കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോയി. മിർത്ത സീസറുമായുള്ള വിവാഹം തന്നെ ഉപേക്ഷിച്ചു. കൊളംബിയയിൽ വിവാഹം തകർക്കുന്നത് അത്ര ചെറിയ കാര്യമല്ലായിരുന്നു. പക്ഷേ ജോർജ് പാബ്ലോയുടെ ആളായതുകൊണ്ട് അവനെ ശത്രുവാക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല. മിർത്ത മറ്റൊരു വാതിലും അവന് തുറന്നു കൊടുത്തു. ഇതുവരെ കൊളംബിയക്കാരുടെ ഇടയിൽ ജോർജ് ഒരു ഔട്ട്സൈഡറായിരുന്നു. എന്നാൽ മിർത്തയെ വിവാഹം കഴിച്ചതോടെ അവനും അവരുടെ കൂട്ടത്തിലെ ഒരാളായി മാറി. മാസങ്ങൾ കടന്നു പോകുമ്പോൾ വിവാഹ ജീവിതം ആദ്യകാലത്ത് തോന്നിയത്ര ഗ്ലാമറസ് ആയിരുന്നില്ല. മിർത്തയുടെ കൊക്കൈൻ ഉപയോഗം കൂടിക്കൊണ്ടിരുന്നു. ഗർഭിണിയായപ്പോഴും അതിൽ വലിയ മാറ്റമുണ്ടായില്ല. അതിനിടയിൽ ജോർജിന്റെ മാതാപിതാക്കൾ അവരുടെ വലിയ വീട്ടിലെത്തുന്നു. അവിടുത്തെ ആഡംബരം കണ്ട അമ്മ ശരിക്കും നെട്ടിപ്പോയി. ഇതെല്ലാം മിർത്തയുടെ സമ്പന്നമായ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണെന്നാണ് ജോർജ് പറയുന്നത്. പക്ഷേ ഫ്രെഡ് അത് വിശ്വസിച്ചില്ല. എന്നിട്ടും ജോർജിനോട് ദേഷ്യപ്പെടുന്നതിന് പകരം തന്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോഴും ആ പഴയ ചെറിയ കുട്ടി തന്നെയാണെന്നും ആരെങ്കിലും ഒരു മലയിൽ നിന്ന് ചാടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ വേണ്ടി ചാടുന്ന അതേ കുട്ടി. ജോർജ് കൊക്കൈൻ ബിസിനസ്സിലായിരിക്കുമെന്ന് തനിക്കറിയാമെന്നും മകൻ ആ വഴി തിരഞ്ഞെടുക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ലെന്നും തുറന്നു പറയുന്നു. പക്ഷേ ഇത് അവന്റെ ജീവിതമാണ്. താൻ പറഞ്ഞാലും ഇത് നിർത്താൻ പോകുന്നില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് മകൻ സന്തോഷവാനാണെങ്കിൽ താനും സന്തോഷിക്കുന്നുവെന്ന് പറഞ്ഞ് ഫ്രെഡ് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ജോർജിന്റെ ആ സന്തോഷകരമായ ജീവിതത്തിൽ വിള്ളലുകൾ കൂടിക്കൊണ്ടേയിരുന്നു. അവനും ഡിയേഗോയും തമ്മിലുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ വീണു തുടങ്ങി. 3 വർഷമായി കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് നടത്തിയിട്ടും അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിതരണ ബന്ധമായ ഡെറിക്കിന്റെ യഥാർത്ഥ തിരിച്ചറിയൽ ജോർജ് ഡിയേഗോയോട് പോലും പറഞ്ഞിരുന്നില്ല. ഇത് അവനെ വല്ലാതെ ചൊടിപ്പിച്ചു. ഒരു കൂട്ടം കൊളംബിയക്കാർക്ക് കൊക്കൈൻ കൈമാറുന്നതിനിടയിലും ഇരുവരും ഇതേ കാര്യത്തെ ചൊല്ലി വഴക്കിടുന്നു. ഇംഗ്ലീഷ് അറിയാത്ത കൊളംബിയക്കാര് ഇവര് തമ്മിലുള്ള തർക്കം അവരുടെ ഇടപാടുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ജോർജ് അവന്റെ മുറി സ്പാനിഷ് വെച്ചുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ആ ബഹളത്തിനിടെ അതും മനസ്സിലായില്ല. സ്ഥിതി പെട്ടെന്ന് തന്നെ വഷളായിട്ട് അവർ തോക്ക് പുറത്തെടുത്തു.
എല്ലാവരും പകച്ചു നിന്ന സമയത്ത് ഒരു തോക്ക് അബദ്ധത്തിൽ പൊട്ടി ജോർജിന് പരിക്കേൽക്കുന്നു. പക്ഷെ അവൻ വളരെ ശാന്തമായി ഇവിടെ നടന്നതൊന്നും ഒരിക്കലും പുറത്തു പറയില്ലെന്നും കാര്യങ്ങൾ പഴയതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും പറയുന്നു. ആ കൊളംബിയക്കാർ അവിടെ നിന്ന് പോയ ശേഷം സഹികെട്ട ജോർജ് ഒടുവിൽ അമേരിക്കൻ കണക്ഷനായ ഡെറിക്കിന്റെ പേര് വെളിപ്പെടുത്തുന്നു. കാലിഫോർണിയയിലേക്ക് പോകുമ്പോൾ അവൻ ഡിയേഗോയെയും കൂടെ കൊണ്ടുപോയി ഡെറിക്കിനെ പരിചയപ്പെടുത്തുന്നു. പിന്നീട് മാസങ്ങൾ കഴിയുന്തോറും ഡിയേഗോയെ ജോർജ് കാണുന്നത് കുറഞ്ഞു തുടങ്ങി. ഒരു പാർട്ടിയിൽ വെച്ചാണ് മറ്റൊരു പേര് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്, നോർമൻ കെ. എവിടെ ചെന്നാലും എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത് നോർമൻ കെയെ കുറിച്ചാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് അത് ഒരാളുടെ പേരല്ലെന്നും ബഹാമാസിലെ നോർമൻസ് കെ ഐലൻഡ് ആണെന്നും മനസ്സിലാകുന്നത്. അവിടുത്തെ 160 ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്ത് ഒരു സ്വകാര്യ വിമാനത്താവളവുമൊക്കെയായിട്ടാണ് ഡിയേഗോ ഇപ്പോൾ താമസിക്കുന്നത്. അതിലും ഞെട്ടിക്കുന്ന കാര്യം, അവനിപ്പോൾ ജോർജിനെ മറികടന്ന് നേരിട്ട് ഡെറിക്കുമായി ബിസിനസ് ചെയ്യുകയായിരുന്നു. ജോർജ് ഉടൻ ഡെറിക്കിനെ വിളിച്ച് കാര്യം ചോദിക്കുന്നു. പക്ഷെ അവന്റെ മറുപടി ഇത് ബിസിനസ് മാത്രമാണെന്നും ഡിയേഗോയുമായുള്ള പ്രശ്നം ജോർജ് തന്നെ നേരിട്ട് തീർക്കണമെന്നും. അങ്ങനെ അവൻ നോർമൻ സ്കെയിലേക്ക് പോകുന്നു. അവിടെ ഡിയേഗോ മാത്രമല്ല, ഇപ്പോൾ അവന്റെ പങ്കാളിയായി മാറിയ സീസർ റോസയും ഉണ്ട്. ഡിയേഗോയെ ചോദ്യം ചെയ്തപ്പോൾ ജോർജിനെ ചതിച്ച കാര്യം അവൻ നിഷേധിച്ചില്ല. അതിൽ എന്താണ് പ്രശ്നമെന്നായിരുന്നു അവന്റെ ഭാവം. ജോർജിനെ പാബ്ലോ എസ്കോബാറുമായി പരിചയപ്പെടുത്തിയത് താനാണെന്നും മിർത്തയെ സ്വന്തമാക്കിയതിനെ തുടർന്ന് സീസർ ജോർജിനെ കൊല്ലാൻ തയ്യാറായപ്പോൾ താനാണ് അവനെ പ്രൊട്ടക്ട് ചെയ്തതെന്നും ഡിയേഗോ പറയുന്നു. ഇനി ഈ പങ്കാളിത്തം അവസാനിച്ചെന്നും ജോർജ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചുപോയി പിച്ചവിലയ്ക്ക് കഞ്ചാവ് വിറ്റ് ജീവിച്ചോളൂ എന്നുമായിരുന്നു അവന്റെ അവസാനത്തെ പരിഹാസം. ജോർജ് തോക്കെടുത്ത് ഡിയേഗോയ്ക്ക് നേരെ കാഞ്ചി വലിക്കുന്നു. പക്ഷെ അതിൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. അടുത്ത തവണ അത് കാലിയായിരിക്കുമല്ലെന്ന് ഓർമ്മിപ്പിച്ചു. ഡിയേഗോയും സീസറും അവരുടെ ആളുകളെ കൊണ്ട് ജോർജിനെ മർദ്ദിച്ച് പുറത്താക്കുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ ജോർജ് അപ്പോഴേക്കും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. കൊക്കൈൻ ബിസിനസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി താനും മിർത്തയും പിന്നെ വരാനിരിക്കുന്ന അവരുടെ കുഞ്ഞും മാത്രം. ഇതുവരെ $6 കോടി ഉണ്ടാക്കിയിട്ടുണ്ട്. തനിക്ക് അത്രയും മതിയെന്ന് ജോർജ് പറയുന്നു. പക്ഷേ കൊക്കൈൻ കടത്തു നിർത്തിയെങ്കിലും അതിന്റെ ഉപയോഗത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അവരുടെ മകൾ ക്രിസ്റ്റീന ജനിക്കുന്ന ദിവസം എത്തുന്നു. തന്റെ കുഞ്ഞിന്റെ പിറവി കാണുന്ന ആ നിമിഷം ജോർജിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി മാറുന്നു. പക്ഷെ അതിന് പിന്നാലെ ഏറ്റവും മോശം നിമിഷവും എത്തുന്നു. വർഷങ്ങളായുള്ള അമിതമായ കൊക്കൈൻ ഉപയോഗം ശരീരത്തിന് താങ്ങാനാവാത്ത അവസ്ഥയിലെത്തി. ദിവസവും ശരാശരി 5 ഗ്രാം വരെ കൊക്കൈൻ ഉപയോഗിച്ചിരുന്ന ജോർജ് ഒരിക്കൽ വെറും 10 മിനിറ്റിനുള്ളിൽ 10 ഗ്രാം വരെ ഉപയോഗിച്ചിരുന്നു. ഒടുവിൽ ആശുപത്രിയിൽ വെച്ച് അവന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ തന്റെ കുഞ്ഞിനെ കാണാൻ പോലും അധികകാലം ഉണ്ടാകില്ല. ആ വാക്കുകൾ ജോർജിനെ തട്ടി ഉണർത്തി. അവൻ മദ്യവും കൊക്കൈനും ജീവിതത്തിലെ എല്ലാ ലഹരികളും പൂർണ്ണമായും ഉപേക്ഷിക്കുന്നു. ഇനി അവന്റെ ജീവിതം മുഴുവൻ ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ്, മകൾ ക്രിസ്റ്റീന. തന്റെ അച്ഛൻ തനിക്ക് നൽകിയ സ്നേഹം പോലെ ഒരു നല്ല അച്ഛനായി തന്റെ മകളെ വളർത്താനായിരുന്നു ജോർജിന്റെ തീരുമാനം. 5 വർഷം അങ്ങനെ കടന്നുപോകുന്നു. ജോർജിന്റെ ജീവിതം ഇപ്പോൾ ശാന്തമാണ്. പക്ഷേ മിർത്ത പഴയ ലഹരി ജീവിതം മിസ് ചെയ്യുകയും ചെയ്തിരുന്നു. ജോർജിന്റെ 38ാം ജന്മദിനത്തിൽ എന്തായാലും ഒരു ആഘോഷം വേണമെന്ന് പറഞ്ഞ് മിർത്ത പഴയ കൂട്ടുകാരെയെല്ലാം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു പാർട്ടി നടത്തുന്നു. അക്കൂട്ടത്തിൽ ഡെറിക്കും ഉണ്ടായിരുന്നു. പഴയ വഞ്ചനയ്ക്ക് ക്ഷമ ചോദിച്ച് ഡിയേഗോ ഒടുവിൽ തന്നെയും വഞ്ചിച്ചുവെന്ന് ഡെറിക് പറയുന്നു. പക്ഷേ താൻ പഴയതെല്ലാം മറന്നെന്നും ഇപ്പോൾ വൃത്തിയായ ഒരു ജീവിതമാണ് നയിക്കുന്നതെന്നും പറഞ്ഞ് ജോർജ് അവനോട് ക്ഷമിച്ചു. എല്ലാവരും ചേർന്ന് രാത്രി ആഘോഷിക്കുമ്പോൾ മിർത്ത ഒരു വലിയ പാത്രം നിറയെ കൊക്കൈൻ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുന്നു. പക്ഷേ ആ ആഘോഷം അധിക നേരം നീണ്ടില്ല. പാർട്ടിയിൽ വെയിറ്റർമാരായി നിന്നിരുന്ന ചിലർ യഥാർത്ഥത്തിൽ ഫെഡറൽ ഏജന്റുമാരായിരുന്നു. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് പാർട്ടി മുഴുവൻ FBI റെയ്ഡായി മാറി. ജോർജ് ഒന്ന് പിഴയ്ക്കുന്നത് കാത്തിരിക്കുകയായിരുന്നു അവർ. വീടിന് മുന്നിലെ വില കൂടിയ കാറുകളോ അവിടെ എത്തിയിരുന്ന മുഴുവൻ കൊളംബിയക്കാരോ അതോ മിർത്ത ഒരുക്കിയ ആ കൊക്കൈൻ വിരുന്നോ? ഏതാണ് FBIക്ക് സംശയമുണ്ടാക്കിയതെന്ന് ജോർജിന് തന്നെ മനസ്സിലായില്ല. ഏജന്റുമാർ ക്രിസ്റ്റീനയെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ അവന്റെ ഹൃദയം തകർന്നുപോയി. അധികാരികൾ പിന്നീട് ഒരു ഇടപാട് മുന്നോട്ട് വെക്കുന്നു. പാർട്ടിയിൽ ഉണ്ടായിരുന്ന കൊക്കൈൻ മുഴുവൻ തന്റേതാണെന്നും പാർട്ടിയിലെ മറ്റാർക്കും അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും സമ്മതിക്കുന്ന ഒരു രേഖയിൽ ഒപ്പിടണം. ജോർജ് അതിനു പകരമായി ഭാര്യയെയും മകളെയും അന്ന് തന്നെ കസ്റ്റഡിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അവർ സുരക്ഷിതമായതോടെ ജോർജ് ആ രേഖയിൽ ഒപ്പിടുന്നു. പക്ഷേ ജാമ്യത്തിലിറങ്ങിയ ഉടൻ അവൻ കുടുംബവുമായി ഒളിവിൽ പോയി. മാതാപിതാക്കളെ കാണാനെത്തിയെങ്കിലും അമ്മ അവനെ കാണാൻ പോലും തയ്യാറായില്ല. ജോർജ് അച്ഛനോട് താൻ ഒളിവിൽ പോവുകയാണെന്ന കാര്യം അറിയിച്ചു. ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാവുമോ എന്ന് ഫ്രെഡ് ചോദിച്ചപ്പോൾ അങ്ങനെ ആകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് ജോർജ് അവിടെ നിന്ന് പോകുന്നു. 1987 എത്തിയപ്പോൾ പനാമ സിറ്റിയിലെ തന്റെ ബാങ്കിലെത്തിയ ജോർജിന് മോശം വാർത്തയാണ് ലഭിക്കുന്നത്. അവിടുത്തെ സർക്കാർ ബാങ്കുകൾ നാഷണലൈസ് ചെയ്തതോടെ അവിടെ ഉണ്ടായിരുന്ന കള്ളപ്പണം മുഴുവൻ സർക്കാർ പിടിച്ചെടുത്തു. പണം നഷ്ടപ്പെട്ടതോടെ എങ്ങനെ ജീവിക്കുമെന്നതിനെ ചൊല്ലി മിർത്ത ജോർജിനോട് പൊട്ടിത്തെറിച്ചു. ഈ വഴക്കെല്ലാം കണ്ട് മകൾ അവനോട് പേടിച്ച് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും പിരിയാൻ പോവുകയാണോ എന്ന്. അമ്മയെ താൻ സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാം താൻ ശരിയാക്കിക്കൊള്ളാമെന്നും ജോർജ് അവളോട് പ്രോമിസ് ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. ഒരു രാത്രി കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ മിർത്തയുടെ സ്വഭാവം നിയന്ത്രണം വിട്ടു. കൊക്കൈന്റെ ലഹരിയിലായിരുന്ന അവൾ ജോർജിനെ ചാരനെന്നും പരാജയപ്പെട്ടവനെന്നും വിളിച്ച് അപമാനിക്കുന്നു.
സ്വന്തം ഭാര്യയെപ്പോലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്തവനാണെന്നും ഒരുപക്ഷെ അവളെക്കാൾ അവന് വേണ്ടത് അവന്റെ പഴയ സുഹൃത്ത് ഡിയേഗോയുമാണെന്ന് പറഞ്ഞ് അവൾ അവനെ പ്രകോപിപ്പിക്കുന്നു. വഴക്കിനിടെ കാറ് റോഡിൽ നിന്ന് വളയതോടെ പിന്നിലുണ്ടായിരുന്ന പോലീസ് വാഹനം അവരെ തടഞ്ഞു നിർത്തി. പോലീസ് അടുത്തേക്ക് വന്നതും മിർത്ത പെട്ടെന്ന് നിലവിളിച്ച് ജോർജ് ഒളിവിൽ കഴിയുന്ന കൊക്കൈൻ കച്ചവടക്കാരനാണെന്നും കാറിന്റെ ഡിക്കിയിൽ 1 കിലോ കൊക്കൈൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും പറയുന്നു. അങ്ങനെ ജോർജ് വീണ്ടും ജയിലിലായി. 3 വർഷത്തിനു ശേഷം മിർത്ത അവനെ കാണാൻ ജയിലിലെത്തുന്നു. വിവാഹമോചനം ആവശ്യപ്പെട്ടതിനു ശേഷം ക്രിസ്റ്റീനയുടെ പൂർണ്ണ അവകാശം താൻ ഏറ്റെടുക്കുകയാണെന്നും ഇപ്പോൾ തനിക്ക് പുതിയൊരു പങ്കാളി ഉണ്ടെന്നും അവൾ അറിയിച്ചു. അടുത്ത ആഴ്ച ജോർജ് പുറത്തിറങ്ങുമ്പോൾ മകൾക്കായുള്ള ചെലവ് മാസവും നൽകണമെന്നും ആവശ്യപ്പെട്ടു. അച്ഛന്റെ ഈ അവസ്ഥ കാണിക്കാനായി ക്രിസ്റ്റീനയെയും അവൾ കൊണ്ടുവന്നിരുന്നു. പുറത്തു വന്ന ഉടൻ ജോർജ് അന്വേഷിച്ചത് മകളെയായിരുന്നു. സ്കൂൾ കഴിഞ്ഞു വരുന്ന ക്രിസ്റ്റീനയെ കാത്തു നിന്ന ജോർജ് അവളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ അകലം പാലിച്ച് അച്ഛനെന്ന് പോലും വിളിക്കാതെ മകൾ അവനെ ജോർജ് എന്നാണ് വിളിച്ചത്. എങ്കിലും അവൻ പിന്മാറിയില്ല. വീണ്ടും അവൾക്കു വേണ്ടി ഒരു നല്ല അച്ഛനാകണമെന്നായിരുന്നു ജോർജിന്റെ ആഗ്രഹം. എല്ലാ ദിവസവും അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും തിരികെ കൊണ്ടുവരാനും തുടങ്ങി. പിന്നീട് മിർത്തയോട് ജോർജ് പഴയ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് ഇനി മാന്യമായി പെരുമാറാമെന്ന് ആവശ്യപ്പെട്ടു. മകളെ ഓർത്തിട്ട് മിർത്ത അത് സമ്മതിച്ചെങ്കിലും ചെലവിനായുള്ള രൂപ തന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അറിയിച്ചു. വലിയ പണം പെട്ടെന്നുണ്ടാക്കാൻ വേറെ വഴിയില്ലാതെ ജോർജ് ഒടുവിൽ താൻ ഉപേക്ഷിച്ച പഴയ ബിസിനസ്സിലേക്ക് അവസാനമായി ഒരിക്കൽ കൂടി ഇറങ്ങാൻ തീരുമാനിച്ചു. ഡെറിക്കിനെ ബന്ധപ്പെട്ട് ഒരു ചെറിയ സംഘത്തെയും കൂട്ടി ജോർജ് തയ്യാറെടുത്തു. ആ സംഘത്തിൽ അവന്റെ പഴയ സുഹൃത്ത് കെവിനും ഉണ്ടായിരുന്നു. അവസാനത്തെ കൊക്കൈൻ കടത്തലിന് പുറപ്പെടുന്നതിന് മുമ്പ് ജോർജ് താൻ കാലിഫോർണിയയിലേക്ക് പോവുകയാണെന്ന് ക്രിസ്റ്റീനയോട് അറിയിച്ചു. അവൾക്ക് ചെറുപ്പം മുതൽ അങ്ങോട്ട് പോകണമെന്നായിരുന്നു ആഗ്രഹം. അടുത്ത ആഴ്ച സ്കൂൾ കഴിഞ്ഞാൽ അവളെയും അവിടേക്ക് കൊണ്ടുപോകാമെന്ന് ജോർജ് വാക്കുകൊടുക്കുന്നു. എല്ലാം ശരിയായാൽ ഒരുപക്ഷെ അവിടെ തന്നെ അവർക്ക് താമസിക്കാമെന്നും പറയുന്നു. എന്നാൽ ക്രിസ്റ്റീനയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഉറപ്പുവരുത്താൻ അവൾ അച്ഛനെ കൊണ്ട് അവളുടെ ജീവന്റെ പേരിൽ സത്യം ചെയ്യിക്കുന്നു. തന്റെ അവസാനത്തെ കള്ളക്കടത്ത് വിജയകരമായി നടത്തി ജോർജ് അവന്റെ സംഘത്തോടൊപ്പം ആഘോഷിക്കുന്നു. തന്നെ സഹായിച്ചതിന് നന്ദി അറിയിച്ച് അവർക്കുള്ള വീതം $2.5 ലക്ഷം അധികവും നൽകുന്നു. ജോർജിന്റെ ആ ജനറോസിറ്റി അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി. തന്റെ ഈ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നും ഇനി കാലിഫോർണിയയിൽ മകളോടൊപ്പം ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്നും അവൻ അവരോട് പറയുന്നു. ഇത് കഴിഞ്ഞ് ജോർജ് ഒന്ന് മാറിയപ്പോൾ അവിടെ ഉള്ളവരുടെ മുഖത്ത് നിരാശ തെളിയുന്നു. അവരിൽ ഒരാൾ പറയുന്നത് എല്ലാം ഇതിനകം തയ്യാറായി കഴിഞ്ഞുവെന്നും ഇനി ജോർജിനോട് സിമ്പതി തോന്നിയിട്ട് കാര്യമില്ലെന്നുമാണ്. അങ്ങോട്ട് തിരിച്ചു വന്ന ജോർജ് ചുറ്റുമുള്ളവരുടെ മോഭാവം ശ്രദ്ധിക്കുന്നു. എല്ലാവരും എന്തോ കാര്യത്താൽ അസ്വസ്ഥരാണ്. താൻ അവിടെ വെച്ചിരുന്ന കത്തി കാണാതായതോടെ ജോർജിന് പന്തുകേട് മനസ്സിലായി. Let's do it. പക്ഷേ അവരുടെ പദ്ധതി അവനെ കൊല്ലാനായിരുന്നില്ല. സ്വന്തം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് ലഭിക്കാൻ ഡെറിക്കും ആ സംഘവും നേരത്തെ തന്നെ FBI-യും DEA-യുമായും രഹസ്യ ധാരണയിലെത്തിയിരുന്നു. തങ്ങളെ രക്ഷിക്കാൻ ജോർജിനെ കള്ളക്കടത്തുമായി ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ഒരു കേസുമായി കൈമാറുകയായിരുന്നു അവരുടെ തീരുമാനം. അധികാരികൾ തന്നെ കുടുക്കിയത് അവനെ അത്ര നെട്ടിച്ചില്ല. സുഹൃത്തുക്കളായ കെവിനും ഡെറിക്കും വഞ്ചിച്ചതും അവനെ തകർത്തില്ല. ഒടുവിൽ ഓട്ടിസ്വില്ലിലെ ജയിലിൽ 60 വർഷത്തെ ശിക്ഷ കിട്ടിയിട്ടും അതും അവനെ തകർത്തില്ല. പക്ഷേ മകൾക്ക് താൻ നൽകിയ വാക്ക് വീണ്ടും തെറ്റിച്ചു എന്നത് അവനെ തകർത്തു കളഞ്ഞു. ജയിലിൽ കഴിയുന്നതിനിടെ ജോർജിന് മറ്റൊരു വാർത്ത കിട്ടുന്നു. അച്ഛൻ മരിക്കാറായിരിക്കുകയാണ്. അവസാനമായി കാണാൻ പ്രത്യേക അനുമതി ചോദിച്ചെങ്കിലും അമ്മ അതിനെതിരെ നിന്നു. ജോർജിനെ കണ്ടാൽ ഫ്രെഡിന്റെ ആരോഗ്യനില കൂടുതൽ മോശമാവുമെന്നായിരുന്നു അമ്മ പറഞ്ഞത്. ഒടുവിൽ ഒരു ടേപ്പ് റെക്കോർഡറിൽ അച്ഛനോട് പറയാനുള്ളത് ജോർജ് റെക്കോർഡ് ചെയ്തു. ചെറുപ്പം മുതലേ താൻ ഫ്രെഡിന്റെ മകനാണെന്നതിൽ അഭിമാനിച്ചിരുന്നുവെന്നാണ് ജോർജ് പറയുന്നത്. കുടുംബത്തോടൊപ്പം ഐസ്ക്രീം കഴിച്ച ദിവസങ്ങളും ഫുട്ബോൾ കളികൾ, അവരോടൊപ്പം ഉണ്ടായിരുന്ന പഴയ സുഹൃത്ത് ടൂണ, അങ്ങനെ പല നല്ല ഓർമ്മകളും ജോർജ് അച്ഛനോട് പങ്കുവച്ചു. ജീവിതത്തിൽ ചിലപ്പോൾ പണമുണ്ടാകും, ചിലപ്പോൾ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് പണത്തിന് പിന്നാലെ ഓടരുതെന്ന് അച്ഛൻ ഒരിക്കൽ പറഞ്ഞത് ജോർജ് ഓർത്തു. അച്ഛൻ അന്ന് എന്താണ് പറഞ്ഞതെന്ന് 42-ാം വയസ്സിലാണ് തനിക്ക് മനസ്സിലായെന്നും പറയുന്നു. അച്ഛനുമായി കുറച്ചുകൂടി സമയം ഒരുമിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞ് ജോർജ് റെക്കോർഡിംഗ് അവസാനിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോകുന്നു. പ്രായമായ ജയിലിൽ ജോലി ചെയ്യുന്ന ജോർജിനെയാണ് നമ്മൾ കാണുന്നത്. അവനെ വിസിറ്റ് ചെയ്യാൻ എത്തുന്നത് വളർന്ന മകളായ ക്രിസ്റ്റീനയാണ്. മകളോട് താൻ എല്ലാം നശിപ്പിച്ചെന്നും താൻ ഒരു പരാജയമാണെന്നും തന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാക്കിയ ഒരേ ഒരു കാര്യം അവളാണെന്നും ജോർജ് പറയുന്നു. ക്രിസ്റ്റീന കരഞ്ഞുകൊണ്ട് അച്ഛനോട് ക്ഷമിക്കുകയും അവർ ഹഗ് ചെയ്യുകയും ചെയ്തു. ഇരുവരും കൈകോർത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഗാർഡ് അകത്തേക്ക് പോകാനുള്ള സമയമായെന്ന് വിളിച്ചു പറയുന്നു. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് ക്രിസ്റ്റീന അവിടെ ഉണ്ടായിരുന്നില്ല. അവളുമായുള്ള ആ സംഭാഷണം ജോർജിന്റെ മനസ്സിൽ നടന്നതായിരുന്നു. വർഷങ്ങളായി അവൻ കാത്തിരുന്നെങ്കിലും മകൾ ഒരിക്കൽ പോലും അവനെ കാണാൻ വന്നിരുന്നില്ല. അതിനുശേഷമുള്ള ആ നിശബ്ദതയിൽ ഇത്രയൊക്കെ നേടിയിട്ടും അവന്റെ കയ്യിൽ ശരിക്കും എന്താണ് ബാക്കിയുള്ളതെന്നാണ് ജോർജ് ആലോചിക്കുന്നത്. ഇഷ്ടം പോലെ പണവും താൻ സ്നേഹിച്ചിരുന്ന കുടുംബവും കയ്യിലുണ്ടായിരുന്നിട്ടും ഇപ്പോൾ ഒന്നും ബാക്കിയില്ല. സിനിമ ഇവിടെ അവസാനിച്ചെങ്കിലും യഥാർത്ഥ ജോർജിന്റെ കഥ അവിടെ അവസാനിക്കുന്നില്ല. ഏകദേശം 20 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ശിക്ഷയിൽ ഇളവ് ലഭിച്ച് 2017-ൽ പൂർണ്ണമായും സ്വതന്ത്രനായി. ജയിലിൽ കിടന്ന സമയത്ത് മകൾ കാണാൻ വന്നില്ലെങ്കിലും ജോർജ് പുറത്തിറങ്ങിയതിന് ശേഷം ഇരുവരും തമ്മിലുള്ള ബന്ധം പതിയെ ശരിയാക്കാൻ ശ്രമിച്ചു.
2021 സ്വാഭാവിക കാരണങ്ങളാൽ ജോർജ് മരിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു കഥയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ